വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം DYSP ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾക്ക് മലപ്പുറം ജില്ലയിലും തുടക്കമായി. നിലമ്പൂർ DYSP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ എക്സ്റ്റൻഷൻ സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം നമ്മുടെ രാജ്യത്തിന് മാതൃകയായി നിൽക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കുടുംബശ്രീ മിഷൻ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഇത്തരത്തിൽ ഒരു എക്സ്റ്റൻഷൻ സെൻ്ററുകൾ എല്ലാ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ 6 കേന്ദ്രങ്ങളിൽ ഈ എക്സ്റ്റൻഷൻ സെൻ്റർ ആരംഭിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടിയാണ്, താനൂരിലാണ്. പക്ഷേ ഞാൻ അവിടെ പങ്കെടുക്കാതെ ഇവിടെ എത്താൻ കാരണം എൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂർ നഗരസഭ എന്നുള്ളത് നിരവധി കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഒരു നഗരസഭയാണ്. ഏത് കാര്യങ്ങൾ എടുത്താലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷി ബാധിക്കപ്പെട്ടായാലും മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങളായാലും സ്ത്രീകളുടെ കാര്യങ്ങളായാലും ഇപ്പോൾ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളായാലും എല്ലാം തന്നെ വലിയ മാതൃകാപരമായിട്ട് പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ ഇത്തരം പദ്ധതികൾ അവരുടെ മണ്ഡലത്തിലെത്തി നമ്മൾ ചെയ്യുക എന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് മുഖ്യാതിഥിയായി. പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളായി പരാതികൾ നൽകാൻ എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൌൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന് കീഴിൽ കൌൺസിലിംഗ് രംഗത്ത് പരിചയസമ്പത്തുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാരാണ് സെന്ററുകളിൽ സേവനങ്ങൾ നൽകുന്നത്. ജില്ലയിലെ 6 സെന്ററുകളിലും പരിശീലനം ലഭിച്ച ഓരോ കൌൺസിലർമാരുടെ സേവനം ആഴ്ചയിൽ 2 ദിവസം ലഭ്യമായിരിക്കും. ജില്ലയിൽ മലപ്പുറം, താനൂർ, തിരൂർ, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ എന്നിവിടങ്ങളിലെ DYSP ഓഫീസുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ബഷീർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, പെരിന്തൽമണ്ണ DYSP പ്രേംജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.